ഇപ്പം ശരിക്കും പറഞ്ഞാൽ എത്ര ഇയേഴ്സ് ആയിത്ത നമ്മുടെ ഇൻഡസ്ട്രിയില്? ഞാൻ 88 വന്നത്. 88 ലാസ്റ്റ് ഡെയ്സി പ്രതാപോത്തന്റെ. അപ്പൊ ഇത്രയും നാളും ഈ ലൈം ലൈറ്റില് എന്താ പറയാ, ആളുകൾക്ക് അന്നും ഇന്നും ഒരേ ഇഷ്ടത്തോടെ ഇങ്ങനെ തുടരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശരിക്കും പറഞ്ഞാ ലൈക്ക് എന്തായിരിക്കും അതിന് റീസൺ എന്ന് പറയാൻ മോളെ, അത് ചെറിയ കാര്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മേഖലയിലും ഉണ്ടല്ലോ. ഇപ്പം സീരിയൽ ഇല്ലെങ്കിൽ സിനിമയുണ്ട്, സിനിമ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റേജ് ഷോ ഉണ്ട്. സ്റ്റേജ് ഷോ ഉണ്ടെങ്കിൽ മിമിക്രിയുടെ അങ്ങനെ കാസറ്റ് ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ എന്തിനെങ്കിലൊക്കെ മേഖലയില് അല്ല, ഇപ്പൊ യൂട്യൂബ് വന്നു, പിന്നെ റീൽസ് വന്നു. അപ്പം നമ്മൾ ആൾക്കാർ മറക്കാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ മേഖലയിലായിട്ട് അങ്ങനെ 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 പോണതുകൊണ്ടാണ് നിൽക്കാൻ പറ്റുന്നത്. പിന്നൊക്കെ ദൈവത്തിന്റെ ഒരു ഭാഗ്യം, ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. ഞാൻ എപ്പോഴും കൊച്ചിലെ മുതലേ ഈ തസ്നി ഖാൻ എന്ന് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും അല്ലെങ്കിൽ ഖാൻ സാധാരണ ആണുങ്ങൾക്കല്ലേ ഇടുന്നത്. നമുക്കുണ്ട് ഖാൻ, തസ്നി ഖാൻ. അതെന്താ ഖാൻ? എന്റെ ഉപ്പച്ചിയുടെ പേര് അലിഖാൻ എന്നാണ്, മജീഷ്യനാണ്. പിന്നെ അറിയാം. അപ്പൊ ഉപ്പച്ചി അലിഖാൻ ആയപ്പോ ഞാൻ തസ്നി ഖാനായി. ഞാൻ വേറെ ഒരു പെൺപിള്ളേർക്കും കേട്ടിട്ടില്ല ഖാൻ ഇൻഷ്യൽ വരുന്നത്. ഇത് കേട്ടിട്ടുണ്ടോ? പിന്നെ ഖാൻ ഇൻഷ്യൽ വരുന്നത് തമിഴിലൊക്കെ ഉണ്ട്. മുംതാസ് ഖാൻ തമിഴ്നാട്ടില് ഉണ്ട്. പിന്നെ സെയ്ഫ് അലി ഖാന്റെ മോളുടെ പേര് അങ്ങനെ ഖാൻ ചേർത്തില്ല. അവര് ശരിക്കും നോർത്ത് ഇന്ത്യൻസിനാണ് കൂടുതൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ മലയാളീസിന് അങ്ങനെ, മലയാളീസിൽ ഖാൻ ഉണ്ടെങ്കിൽ തന്നെ പട്ടാണീസ് ആയിരിക്കും. നമ്മൾ പട്ടാണീസ് അല്ലല്ലോ, സാധാരണ സുന്നി സദാ മുസ്ലിംസ്. പക്ഷെ ഉപ്പച്ചി ഉപ്പച്ചിന്റെ പേര് ഖാൻ വന്നതുകൊണ്ടാണ്. ഉപ്പച്ചിയുടെ പേര് ഖാൻ വരാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉപ്പച്ചിയുടെ പേര് ശരിക്കും അരുവിക്കുട്ടി എന്നാണ്, മലപ്പുറംകാരനാണ്. ഒരു മജീഷ്യൻ ആയതുകൊണ്ട് കൽക്കട്ടയിൽ പോയി മാജിക് പഠിച്ച് PC സർക്കാർ ഇട്ടുകൊടുത്ത പേരാണ് അലിഖാൻ. അങ്ങനെയാണ് ഖാൻ വന്നത്, അല്ലാണ്ട് നമ്മള് പട്ടാണീസ് ആയിട്ടൊന്നും അല്ല. അപ്പം എന്റെ പേര് ശരിക്കും തസ്നീം. അത് തസ്നീമിന്റെ അർത്ഥം അറിയോ? ഇല്ല. ഖുറാനിലെ സ്വർഗത്തിലെ നദിയാണ്. തസ്നീം, നീട്ടുണ്ട്. അത് എല്ലാവരും തസ്നീഖാനാക്കി അല്ലേ? അത് തസ്നിയാക്കിയപ്പോ പിന്നെ അതിന്റെ കൂടെ പേരും കൂടി ഖാൻ ചേർത്തി തസ്നീഖാനാക്കിയത്. ഇപ്പോൾ ആരെങ്കിലും തസ്നീം എന്ന് വിളിക്കാറുണ്ടോ? തസ്നീം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹെഡ്മിസ്റ്റേഴ്സ് സിസ്റ്റർ ആന്റോണി ആയിരുന്നു. അപ്പൊ സിസ്റ്ററിന് ഭയങ്കര ഇഷ്ടം തന്നെ. ഞാൻ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ടൊക്കെ ഭയങ്കര കലാപരമായിട്ട് അന്നേ ഒരു ഒക്കെ എല്ലാത്തിലും നിൽക്കുന്ന ഒരാളായതുകൊണ്ട് സിസ്റ്റർ തസ്നി ഖാൻ ആണെന്ന് അറിഞ്ഞാലും സിസ്റ്റർ എന്നെ വിളിക്കും തസ്നീമ എന്ന് വിളിക്കും. സിസ്റ്റർ മരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു 2-3 വർഷമായി. അപ്പൊ തസ്നീമാന്ന് സിസ്റ്ററാ വിളിക്കാറുള്ളത്. പിന്നെ നല്ല ക്ലോസ് ആയിട്ടുള്ളവര് തെസു എന്ന് വിളിക്കും. വീട്ടിലാണ് ഉമ്മ എന്താ വിളിക്കാറ്? തെസി. അടിപൊളി. വീട്ടില് ഉമ്മയും വിളിക്കുന്നത് തെസി, പിന്നെ നമ്മുടെ അനിയത്തിമാരൊക്കെ വിളിക്കുന്നത് തെസി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇൻഷാ അൽഹംദുലില്ലാ എല്ലാവരും നന്നായിട്ട് പോകുന്നുണ്ട്. ഇത്ത ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇത്തയുടെ ഒരു ഡെഫിനിഷൻ എന്താ? ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യാറ്? നമ്മൾ നന്നായി നിന്നാ മതി. കാരണം നമ്മൾ അവർക്കൊരിക്കലും നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കൊരിക്കലും നമ്മളൊരു ദ്രോഹാവാതിരിക്കുക. അവർക്ക് ഒരു തരത്തിലും നമ്മളെ കൊണ്ടൊരു സങ്കടം വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ, അത് ചിലപ്പം ആ ബന്ധം തകർക്കാൻ ചിലപ്പോൾ ഇടയിൽ ആരെങ്കിലുമൊക്കെ നിൽക്കും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണം. നിന്നാലും നമ്മളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ ബന്ധം, അതെപ്പോഴും ഹസ്ബൻഡും വൈഫായാലും അങ്ങനെ തന്നെ അല്ലേ? ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണോ? എപ്പോഴെങ്കിലും പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഫ്രണ്ട്ഷിപ്പില്? അല്ല, ഫ്രണ്ട്ഷിപ്പിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്, വേറെ ഫ്രണ്ട്ഷിപ്പിലൊക്കെ. നമ്മുടെ ഇപ്പത്തെ ഈ പറയുന്ന ആളായിട്ടൊന്നും ഒരു പ്രശ്നമൊന്നും. അല്ല, ഞാൻ അങ്ങനെ ഒരാളുടെ പേരല്ല കേട്ടോ. അല്ല, മനസ്സിലായി. ഫ്രണ്ട്ഷിപ്പ് പിന്നെ പറ്റിക്കപ്പെട്ടത് നന്നായി സിൻസിയറായി തോന്നിയിട്ടും പിന്നെ നമുക്ക് അയ്യോ അത് ആ ആളോട് സിൻസിയർ ആവേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. ഈ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയും. അതുപോലെ പിന്നീട് ഒരു പുതിയൊരാളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടുമ്പോഴത്തേക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഉണ്ടാവാതെ നോക്കിയിട്ടുണ്ട്? ഇല്ല, ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് ആരോടും അറ്റാച്ച്മെന്റ് ഇല്ല. കണ്ടായ എന്താ ഏതേ അറ്റാച്ച്മെന്റ് വേണ്ടല്ലെങ്കിലും അറ്റാച്ച്മെന്റ് ഒരിക്കലും ഇല്ലാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എപ്പോഴും നമ്മൾ ആരെയായാലും ഒരു ഡിസ്റ്റൻസിൽ നിർത്തണം. ഫുൾ അങ്ങോട്ട് തുറന്ന് പറയാൻ നിൽക്കരുത്. എല്ലാവരും ഡിസ്റ്റൻസിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാട്ടോ. എന്നാൽ നമുക്ക് എന്നും നിലനിൽക്കും അത്. അതെ, ആ ഒരു അങ്ങനെ തന്നെ എന്ത് കാര്യത്തിലും മോളെ ഓവറായി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓവർ ആവാതിരുന്നാൽ മതി എല്ലാ കാര്യങ്ങൾക്കും. ഈ ഒരു റിയലൈസേഷൻ എപ്പോഴും ഉണ്ടായത് സത്യം പറഞ്ഞാല്? ഈ 5-6 കൊല്ലത്തിന് ഇങ്ങോട്ട് ഉണ്ടായത്. അത്രേ ആയിട്ടുള്ളൂ? ഒരു 8-9 കൊല്ലമായി. അതിനു മുമ്പ് ഒരുപാട് വളവള എല്ലാരോടും വളവള എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരം. ഞാനിപ്പോ എന്റെ സംസാരം ഒന്ന് കുറച്ച് കൂടുതലും എന്താ പറയാ ടോക്കറ്റീവ് ആവാതെ ശ്രമിക്കുകയാണ് ഞാൻ. കാര്യങ്ങൾ പറയാ, എന്താ ഏതാ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുന്ന
അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നോ? ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. അതെ അതെ അതെ, ഡ്രസ്സ് കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും. അതേപോലെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ഈ ബിഗ് ബോസിൽ പോയിട്ട് നെഗറ്റീവായിട്ട് ഇറങ്ങാത്ത ചുരുക്കം പേരെ കാണുള്ളൂ. അതിൽ ഒരാളാണ് ഇത്ത. നെഗറ്റീവ്സ് ഒന്നും അങ്ങനെ ഇല്ല, വന്നിട്ടില്ല. എല്ലാവരും അപ്പം നമുക്ക് മനസ്സിലാവും ഒരുപാട് നാളെ നമുക്ക് അതിനകത്തൊന്നും അഭിനയിച്ച് നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ റിയൽ ലൈഫിലും ഇത്ത എന്താ നമുക്ക് അതിലൂടെ മനസ്സിലായി. ശരിക്കും പറഞ്ഞാല് ദേഷ്യം വന്നിട്ടുണ്ടോ അതിനകത്ത് നിൽക്കുന്ന സമയത്ത്? പിന്നെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നിട്ടുണ്ട്, എന്ത് ഇറങ്ങിപ്പോകാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മള് ശരിക്കും നമ്മുടെ സ്വഭാവം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം വരും. ഈ 60-70 ക്യാമറയൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. അപ്പം ആദ്യമൊക്കെ നമ്മൾ ബലം പിടിക്കില്ല അവരും, അയ്യോ ക്യാമറയുണ്ട് ശ്രദ്ധിച്ച് സംസാരിക്കണം, നടത്തത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ വിചാരിക്കും. ക്യാമറ മറന്നു പോകും. പിന്നെ നമ്മളാവണം അവിടെ. പിന്നെ ഗെയിമാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഒരു ഗെയിമും അല്ല, അത് അവരുടെ സ്വഭാവം തന്നെയാ. അല്ലാണ്ട് ഗെയിം ആണെങ്കിലും നമ്മൾ ചൂടാവേണ്ട അടുത്ത് ചൂടാവണം, അത് വേറെ കാര്യം. ബിഗ് ബോസിൽ ചൂടാവേണ്ട അടുത്ത് പ്രതികരിക്കണം, അതാണ് ബിഗ് ബോസ്. ഞാൻ അങ്ങനെ വലുതായിട്ട് പ്രതികരിച്ചില്ല. ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വെച്ചു കൊടുക്കുക, റിയൽ ആയിട്ട് നിന്നു. അത് ഞാൻ റിയൽ ആയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട്. പക്ഷെ എനിക്ക് അവിടെ ഞാൻ പുറത്തുനിന്ന് കണ്ട ആൾക്കാരെല്ലാം അകത്ത്, പുറത്തുനിന്ന് ഒരുപാട് എന്നെ ഇഷ്ടമുള്ളവരൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അവരാരും എന്നോട് അവിടെ എനിക്ക് സ്ക്രീൻ സ്പേസ് തന്നില്ല എന്നാണ്. ശരിക്കും സംസാരിക്കാനുള്ള ഒരു ഇടം നമുക്ക് തരണ്ടേ. നല്ല സൗഹൃദം കിട്ടിയിട്ടുണ്ടോ അവിടുന്ന്? ഇല്ല ഇല്ല ഇല്ല, അവിടെ ഒരാൾ പോലും ഇല്ല സ്റ്റിൽ കോണ്ടാക്ട് ഉള്ള? ഇല്ല, ഞാൻ അവിടുത്തെ ആരോടും ഞാൻ സംസാരിക്കാറ് പോലും ഇല്ല. നമ്മളപ്പം ഈ ഒരു സ്ക്രീനിൽ കാണുന്നതിലും അപ്പുറം എന്തൊക്കെയോ ട്രോമാസ്. അതിന്റെ അടുത്ത് പിന്നെയും ഭേദം ആര്യയുടെ കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു. ആ കുട്ടി എന്നോട് വന്നപ്പോൾ എന്നോട് ചേച്ചി എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് എനിക്ക് തരുന്നുണ്ട് ആ കുട്ടി. അപ്പൊ ഞാൻ മിണ്ടു, എന്നോട് ഇങ്ങോട്ട് നന്നായി സംസാരിച്ച് ചേച്ചി എന്നുള്ള ഒരു റെസ്പെക്ട് തരുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അതല്ലാതെ ഇപ്പോഴും ബലം പിടിച്ച് നടക്കുന്നവരുണ്ട് അതിൻ്റെ അകത്ത് പുറത്തിറങ്ങിയിട്ടും. ആര്യ കുഴപ്പമില്ല, മഞ്ജു പത്രോസ് കുഴപ്പമില്ല, ഫുക്രു അവരൊക്കെ ഓക്കെയാണ്. അവരൊക്കെ കണ്ടാലും ചേച്ചി ആ റെസ്പെക്ട് ഉണ്ട്. അതിൽ കുറച്ച് പേർക്ക് ഇപ്പോഴും ബലം പിടിച്ച നടന്നോട്ടെ, ആയിക്കോട്ടെ, നമുക്ക് എന്താ പ്രശ്നമില്ല. അപ്പൊ അതവരുടെ ക്യാരക്ടറാ, അപ്പൊ നമ്മൾ അതനുസരിച്ച് നിന്നാൽ മതിയല്ലോ. ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സ് ഒരുപാട് പേർക്ക് ലൈഫ് ലോങ് നെഗറ്റീവ് ഉണ്ടാക്കിയ ഒരു സീസണും കൂടിയാണ്. അത് വരും അതില്. ആ ഷോ എന്ന് പറയുന്നത് നല്ലതും ആവാം ചീത്തതും ആവാം, രണ്ടുമായിട്ടാ നിൽക്കാത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് ഭയങ്കര നമുക്കങ്ങ് ഒന്നും ഇല്ലല്ലോ, നമുക്ക് പത്രവും ഇല്ല, സമയവും ഇല്ല, ഒന്നും അറിയില്ല, ഒരു എന്റർടൈൻമെന്റും ഇല്ല. ബിഗ് ബോസ് പറയുന്ന ടാസ്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വീട്ടിലിങ്ങനെ ഇരിക്കല്ലേ, നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കേ ഈ അതായത് നമ്മൾ ഇപ്പൊ നമ്മുടെ നോർമൽ ലൈഫിലാണെങ്കിൽ നമ്മൾ അങ്ങനെ വഴക്കുണ്ടാക്കാത്ത കുഞ്ഞു കാര്യങ്ങൾക്ക് അതിനകത്ത് വഴക്ക്. അതെന്തായിരിക്കും ഇതാ? അത് വരും, നമ്മൾ ചൂടായി പോവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ വെള്ളം വെച്ചു, ഈ വെള്ളം ഞാൻ കുടിച്ചിവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിപ്പോ ആരോടെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ നൂർജഹാൻ വന്നിട്ട് ഈ വെള്ളം കുടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു നല്ല മനസ്സാണെങ്കിൽ ഞാൻ പറയാ മുഴുവൻ കുടിക്കില്ലട്ടാ, ഞാൻ എടുത്ത് വെച്ചതാട്ടെ, വേറെ വെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ ഓ ശരി കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ വെക്കും വെള്ളം. വേറെ വെള്ളം എടുത്ത് പോയി കുടിച്ചോ, എനിക്ക് ദാഹിക്കുന്നത്, ഇയാളുടെ ബോട്ടിൽ മാത്രമല്ലല്ലോ ഇത് എന്നൊക്കെ പറയുമ്പോ തുടങ്ങും അവിടെ പ്രശ്നം. മനസ്സിലായി. അപ്പൊ അങ്ങനെ വരും. അങ്ങനെ വരാൻ കാരണം നമ്മുടെ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് ആണ്. അതാ ഭയങ്കര പ്രശ്നം. ഭക്ഷണം ഇല്ല, ഉറക്കമില്ല. അതെ, ടൈം അറിയില്ലല്ലോ. ഇപ്പം അവിടെ രാത്രി 1 മണിയായിരിക്കും ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. നമുക്കറിയില്ല 1 മണിയാണോന്ന് നമുക്കറിയില്ലല്ലോ. പകല് ഉറങ്ങാതൊക്കെ എങ്ങനെയായിരിക്കും? പകല് നല്ല ഉറക്കം വരും. ഞാനൊക്കെ എങ്ങനെ കള്ളുറക്കം ഉറങ്ങിയിട്ടുണ്ടെന്നറിയോ, ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കേൾക്കും. മാജിക് കാണിച്ച് ഉറങ്ങാൻ പറ്റുമോ? ഈ മാജിക് ഇപ്പൊ നമ്മൾ മാജിക്കിലോട്ട് പറഞ്ഞപ്പോ എന്താ ഇതിന്റെ സീക്രട്ട്? മാജിക് സീക്രട്ട് തന്നെയല്ലേ? അത് സീക്രട്ട് തന്നെയാണ്. അതെല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ? പഠിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷെ ആ സീക്രട്ട് പിന്നീട് ആരും അത് പൊട്ടിക്കരുത്. ആ സീക്രട്ട് ആരും പൊട്ടിക്കാൻ പാടില്ല. ഒരു മജീഷ്യൻസ് പോലും അത് വെളിയിൽ പറയല്ല. അത് പോയി. മാജിക്കിന്റെ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഒന്നുമല്ല. നമുക്ക് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലും വെച്ചിട്ട് ഒരു കുഞ്ഞു സംഭവം ചെയ്യാൻ പറ്റുമോ? ഇവിടെ വെച്ചിട്ട് എന്താ? ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടോ? ഈ ബോട്ടിൽ വെച്ചിട്ട് അല്ല, ഈ ബോട്ടില് ഇതിപ്പോ ഒരു ബോട്ടിലാണ്. ഞാൻ നോക്കട്ടെ എനിക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുമോന്ന്. ഇതൊരു ബോട്ടിലാണ്. ഈ ബോട്ടില് ഇത്രയല്ലേ വെള്ളമുള്ളൂ. ഈ വെള്ളം കുറക്കാൻ വേണമെങ്കിൽ നമുക്ക് വിചാരിച്ചാൽ കുറക്കാം, കൂട്ടണമെങ്കിൽ നമുക്ക് കൂട്ടാം. പക്ഷെ വേണ്ട, ഈ ബോട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് ചെയ്യിപ്പിക്കാം. ഇതിന്റെ അകത്തുനിന്നോ അല്ലെങ്കിൽ ഇതിന്റെ സൈഡിൽ നിന്നോ എവിടെന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും വസ്തു നമുക്ക് എടുക്കാം. അപ്പൊ നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കല്ലേ, 1 2 3 കയ്യിൽ പിടിച്ചിരിക്കില്ലേ? എന്റെ കൈ ശ്രദ്ധിച്ച് നോക്കണേ. 1 2 3 ഈ കൈ ഞാൻ എടുത്തിട്ട് ഇങ്ങനെ വെച്ചു.
ഇപ്പം ഒന്നുമില്ലല്ലോ, ഒന്നുമില്ല, ഒന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? ഉറപ്പാ. ഇനി എന്റെ ഈ ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് കൈയടക്കെന്ന് പറയും. ഇതിന്റെ ഈ ബോട്ടിലിന്റെ അടിയിൽ ഒരു സാധനം ഉണ്ടാവും. എടുത്തു നോക്കിക്കോ. കണ്ടോ? ഹാൻഡ് ട്രിക്സ് ആണ്. അത് എവിടുന്നോ, അത് എങ്ങനെ നമ്മുടെ കണ്ണുപിടിച്ച് സാധനം വന്നവിടെ. അപ്പൊ അതാണ് ഹാൻഡ് ട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ മോതിരം ഇവിടുന്ന് ഊരി ഇവിടെ വെച്ചതൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, അതൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതിന്റെ ബേസിക് മുതല് വാപ്പിച്ച തന്നെ പഠിപ്പിച്ചത്. പഠിപ്പിച്ചത് കൊച്ചിലെ മുതൽ ഇൻട്രസ്റ്റ് ആയിരുന്നു, ഇങ്ങനെ പുറകെ നടക്കായിരുന്നു എനിക്ക് പഠിപ്പിച്ചത്. ഇല്ല മാജിക് പഠിക്കണം എന്നൊരു ആഗ്രഹം ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ ശരിക്കും മാജിക് ഉപ്പച്ചിയുടെ കൂടെ പോകുമ്പോ അസിസ്റ്റന്റ് ആയിരുന്നു മാജിക്കിന്റെ, ഞാൻ ഉപ്പച്ചി മമ്മിയൊക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ വയറ്റിപ്പഴപ്പായതുകൊണ്ട് കൂടെ അങ്ങനെ പോയി ചെയ്യാന്നല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ചെറിയ ഐറ്റംസ് ഒക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി ഉപ്പച്ചി പഠിപ്പിച്ചു തരും. ഉപ്പച്ചി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തൊരു തമ്മനം അബ്ദുള്ള എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു മാജിക് പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന ഒരാളാണ്. പുള്ളിയാണ് സാധനങ്ങളൊക്കെ തരും, എക്യുപ്മെന്റ്സ് ഒക്കെ തരും. അങ്ങനെ മാജിക്. അതെ അതെ. ഉപ്പച്ചിയുടെ ഒരു നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര ഒരു സംഭവം തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും തീരാ നഷ്ടമല്ലേ അതൊക്കെ. ഉപ്പാമാര് പോവാന്ന് പറഞ്ഞാൽ തീരാ നഷ്ടമല്ലേ. പിന്നെ നിങ്ങള് രണ്ടാളും അല്ലേ? പിന്നീടുള്ള ലൈഫ് എങ്ങനെയായിരുന്നു ഇത്താ? പിന്നെ ലൈഫ് എനിക്കൊരു ജോലി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ ഉപ്പച്ചി ജീവിച്ചിരിക്കുമ്പോ തന്നെ ഞാൻ ഉണ്ട്. ഉപ്പച്ചി മരിക്കുമ്പോൾ ഞാൻ കാര്യസ്ഥൻ കഴിഞ്ഞു. കാര്യസ്ഥൻ എന്ന മൂവി കഴിഞ്ഞു. അതിന്റെ ഒരു റീ എൻട്രി മൂവിയാണ് ശരിക്കും മലയാളത്തില്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറെ പടങ്ങൾ ചെയ്തു തുടങ്ങിയത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ പടങ്ങൾ കിട്ടി തുടങ്ങി എനിക്ക്. പിന്നെ സിസ്റ്റർ ഉണ്ട് എനിക്ക്, അത് അവള് തൊടുപുഴ സെറ്റിലാണ്. സെഫ്നി എന്നാ പേര്, സെഫ്നി ഖാൻ. നല്ല വെറൈറ്റി പേരുകൾ. അതുപോലെ ഇപ്പൊ നമ്മള് മൂവിയുടെ കാര്യം പറഞ്ഞു. യൂഷ്വലി ഈ ഒരു സീരിയലില് ആക്ട് ചെയ്തവര് അധികം നമ്മൾ സിനിമയില് കാണുന്നത് കുറവായിരിക്കും. അതുപോലെ സിനിമ ചെയ്യുന്നവര് സീരിയലില് കുറവായിരിക്കും. ഇത്തവണ കേസ് നോക്കുകയാണെങ്കിൽ സിനിമയിലുണ്ട് സീരിയലിലുണ്ട്. സീരിയലിൽ ഇപ്പൊ കുറെ ഞാൻ ചെയ്തിട്ട്, ബട്ട് സീരിയലും ചെയ്തിട്ടുണ്ട്. രണ്ടും ഉണ്ട്, രണ്ടും ഉണ്ട്. ആ സമയത്ത് സിനിമ കുറവായിരുന്നു, കൊല്ലത്തിൽ ഒരു 1-2 പടങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ശരിക്കും എന്താ അതിന്റെ റീസൺ? അത് സിനിമ സീരിയല് അങ്ങനെ അങ്ങനെ റീസൺ എന്ന് പറയാനൊന്നുമില്ല. ആ കാലത്ത് പിന്നെ എനിക്ക് പറ്റിയ ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അത്ര ഒരു ക്യാരക്ടർ റോൾ ചെയ്യാൻ മാത്രമുള്ള ഒരു സൈസ് ഒന്നും അന്ന് ഇല്ലായിരുന്നു. ഞാൻ ഒരു ചേച്ചി, ഒരു ചേട്ടത്തിയമ്മ. എന്നാലും അതിൻ്റെ അകത്ത് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞ മൂവിയിലാണ് പിന്നെ ചേട്ടത്തിയമ്മയായിട്ട് ചെയ്തത്. ജയറാമേട്ടന്റെ ചേട്ടത്തിയമ്മ, ലോഹിദാസിന്റെ പടം, സത്യനന്ദിക്കാടിന്റെ മൂവി. പിന്നൊന്നും അങ്ങനത്തെ ക്യാരക്ടർ റോളുകൾ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. പിന്നെ കാര്യസ്ഥൻ കഴിഞ്ഞപ്പോൾ ആ കാര്യസ്ഥൻ ഹിറ്റ് ആയപ്പോഴാണ് കുറെ മൂവീസ് അങ്ങനെ. പിന്നെ നമ്മൾക്ക് തെസ്നി ഈ റോള് തെസ്നി ചെയ്താൽ നന്നാവും എന്ന് പറഞ്ഞിട്ട് ചിലവർ വിളിച്ചിട്ടാണ് ചില സിനിമകൾ ഞാൻ ചെയ്തത്. അങ്ങനെ അത് പിന്നെ ഇപ്പം നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ സീരിയൽ ഞങ്ങൾ ചെയ്ത കാലത്തെ പോലത്തെ സീരിയലല്ല ഇപ്പൊ സീരിയൽ ശരിക്കും തെലുങ്ക് തമിഴ് സ്റ്റൈലായി മാറി. ഒരു അപൂർവം ചില സീരിയലിൽ മാത്രമേ ഉള്ളൂ ഒരു എന്താ പറയാ നാച്ചുറൽ ഫീൽ ചെയ്യുന്ന. അത്തരത്തിലുള്ള സീരിയൽസ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓരോ ട്രെൻഡിനൊത്ത് മാറണം നമ്മള്. കാരണം ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടം സാരിയും ഓർണമെന്റ്സും ഒക്കെ കാണാനാണ്. ഒരു എപ്പിസോഡിൽ ആ ആർട്ടിസ്റ്റ് എത്ര സാരി ഉടുത്ത് ഏത് തരം കമ്മലിട്ട് അതാണ് അവര് വീട്ടമ്മമാർ പോയി ഷോപ്പ് ചെയ്യുന്നത്. മനസ്സിലായി. പണ്ട് അങ്ങനെയൊന്നും ഇല്ല. പണ്ടൊരു ചെറിയ ഞങ്ങളൊക്കെ കാലത്ത് ഒരു പഴഞ്ചൻ സാരിയൊക്കെ തരാറുണ്ട്. പണ്ട് എന്റെ ഉമ്മിയൊക്കെ പറയാറുണ്ട് ബീനാന്റണിക്ക് എത്ര സാരി ഉണ്ടെന്ന് അറിയാം. അതൊക്കെ പണ്ട് വനിതയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഇതിന്റെ സീരിയൽസിന്റെ കോസ്റ്റ്യൂം സീരിയലിന്റെ കോസ്റ്റ്യൂം അത് ഈ സീരിയലിന് കിട്ടുന്ന ഇൻകത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അതൊക്കെ വളരെ വളരെ നഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നതിന്റെ ഒരു ഹാഫ് നിങ്ങൾ ഈ പറയുന്ന പോലെ. ഞാൻ പണ്ട് സ്വരരാഗം എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തു നമ്മുടെ ഏഷ്യാനെറ്റില്. അതിൽ ഞാനൊരു ബ്രാഹ്മൺ ലേഡി ആയിട്ടാണ് അഭിനയിക്കുന്നത്. ആ ബ്രാഹ്മൺസ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മൺസ് കഥാപാത്രം കിട്ടുമ്പോൾ നമ്മൾ ബ്രാഹ്മൺസിന്റേതായ സ്റ്റൈല് സാരികൾ വാങ്ങിക്കണം. ചുങ്കടി മോഡൽ, ചെക്ക്, ചെറിയ പട്ടല്ല, ഞങ്ങള് സാധാ കുടുംബമാണ്. മനസ്സിലായി. ബിന്ദു പണിക്കരാണ് അമ്മ. ഞാൻ മൂത്ത മോള് കല്യാണി, എന്റെ ഇളയത് രശ്മി സോമൻ, മൂന്നാമത്തെ സുജാ കാർത്തിക. ഞങ്ങള് 3 പെൺകുട്ടികളാ. നല്ല സീരിയലായിരുന്നു അത്. അപ്പൊ മൂത്ത കുട്ടി എന്ന നിലയിൽ ഞാൻ കുറച്ച് എന്നാലും മുല്ലപ്പ് വയ്ക്കും, മൂക്കുത്തി ഉണ്ടാവും, പൊട്ടൊക്കെ തൊട്ട് ആ ബ്രാഹ്മൺ സ്റ്റൈൽ തന്നെ ആയിരിക്കും. എന്നിട്ട് ഞാൻ ബ്രോഡ്വേ ബ്രാഹ്മൺസിന്റെ കടകളിൽ പോയിട്ട് ഓരോ ഷെഡ്യൂളും 5-10 സാരി വെച്ചെടുക്കും, വാങ്ങും. പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അത് സീരിയലൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ എലിമമാർക്കൊക്കെ കൊടുത്ത സാരി. അപ്പൊ കിട്ടുന്നതിന്റെ കൂടുതലും ഇങ്ങനെ അങ്ങ് പോകും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സീരിയലുകളുടെ കാര്യം. നമ്മള് കോസ്റ്റ്യൂമിലും ഒക്കെ കൂടുതലും ഓർണമെന്റ്സ് ഒക്കെ. പക്ഷെ അന്ന് നമ്മുടെ സമയത്ത്
ഓർണമെന്റ്സ് ഒക്കെ കുറവായിരുന്നു. അന്നത്തെ ഇതില് അത്ര ഗ്ലോഡി ആയിട്ട് അഭിനയിക്കുക. മേക്കപ്പും അപ്പം ഇവര് തന്നെ ചെയ്യണോ? ആ മേക്കപ്പ് ഇവര് തന്നെ ചെയ്യണം. അത് ആവശ്യമാണ് ഇപ്പം. അതായത് ചില തെലുങ്ക് സീരിയലിന്റെ പതിപ്പായിരിക്കും ചിലപ്പോൾ മലയാളത്തിൽ വരുന്നത്. അപ്പൊ ആ തെലുങ്ക് സീരിയലിൽ അവർ എങ്ങനെ ഒരുങ്ങുന്നുവോ അത് തന്നെയായിരിക്കും മലയാളത്തിലും നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലാതെ ഇവരെ സ്വന്തം ഇഷ്ടത്തിന് വാരി വലിച്ച് ഒരുങ്ങുന്നല്ല. ഏറ്റവും കൂടുതൽ ഇതിനെ കുറിച്ച് വരുന്നൊരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോഴും മറ്റേ മാലയും. പക്ഷെ അല്ല, അപ്പൊ നിങ്ങൾ ഹിന്ദി സീരിയലും തെലുങ്ക് സീരിയലും അവിടുത്തെ നമ്മുടെ ഓഡിയൻസിനാണല്ലോ ഇത്രയും കൂടെ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് കാര്യങ്ങൾ ഇവരെ ഉറങ്ങുമ്പോ ഇങ്ങനെ. പക്ഷെ അല്ല, നമ്മുടെ ചാനൽ പറയുന്നത് അങ്ങനെയാണ്. അവിടെ എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ. പക്ഷെ ഇപ്പൊ അത് ട്രെൻഡായി മാറി. അതിപ്പോ ഒരുപാട് പേര് ഇപ്പം സീരിയൽ കാണാൻ കാത്തിക്കുന്നത് എന്താ, അയ്യോ അവർ ഇന്ന് ഈ എപ്പിസോഡ് എന്തായിരിക്കും. അതാണ് അവർക്ക് നല്ല പേരാ. കാരണം ഈ സീരിയലുകാരാണ് എന്നും വീട്ടിൽ വരുന്നത്. ഒരു ട്രെൻഡൊക്കെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യില്ല. ഞാൻ പിന്നെ മറ്റേ എന്താ നമ്മുടെ ചന്ദനമഴയ്ക്ക് അതിലെ കന്യ ചേച്ചിയൊക്കെ ഓരോരോ ട്രെൻഡ് സെറ്റർ ആയിട്ട് ഓരോ ബ്ലൗസ്, ഡിഫറെന്റ് ബ്ലൗസ്, ഓരോ ഡിഫറെന്റ് സാധനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ടല്ലേ നമ്മൾ സാധാരണക്കാർ കല്യാണത്തിനൊക്കെ മുമ്പിടുന്നത്. അതെ 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 അതെ, കുറ്റം പറയാൻ പറ്റില്ല. ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് കാലം മാറുന്നതനുസരിച്ച് കോലം മാറിയില്ലേ, അങ്ങനെയാവുന്നതാണ്. അതുകൊണ്ട് അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നാച്ചുറൽ ആയിട്ട് ചില സിനിമകളില്, സിനിമ എന്ന് വെച്ചാൽ ഒരു ലൈവ് ബിഹേവിംഗ് ആണ്, അഭിനയമല്ല. സിനിമ നാച്ചുറാലിറ്റി ഉള്ളതാ സംഭവമാണ്. അവിടെ ഇത് പറ്റില്ല. അവിടെ എപ്പോഴും സ്ട്രിക്റ്റ് ആണ്. ഒരു കാതില് പോലും സെക്കൻഡ് സ്റ്റഡ് പോലും ഊരിക്കളയും. നമുക്കൊന്നും കുത്താൻ പോലും പറ്റില്ല. അതാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ഇതിലെന്താണ് മെയിൻലി റോങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? അല്ല, എനിക്ക് തോന്നുന്ന ബിഗ് ബോസിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടസ്റ്റൻസിന് എടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ശ്രദ്ധിക്കുക. പല ഈ ആർട്ടിസ്റ്റുകളല്ലാതെ തന്നെ പല മേഖലയിൽ നിന്നുള്ള ആൾക്കാർ എടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും നമുക്ക് ശരിക്കും കുറച്ചും കൂടിയും ഒരു മോഡൽ രംഗത്ത് നിന്ന് ഒരാള്, ബിസിനസ് രംഗത്ത് നിന്ന് ഒരാള്, അങ്ങനെ എടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. കൂടുതലും ഞങ്ങളുടെ ഒക്കെ ഷോ എന്ന് പറയുന്നത് കൂടുതലും ഞാൻ ചെന്ന് നോക്കുമ്പോ ഇതെന്താ കോമഡി മെഗാ ഷോ ആണോ? ആര്യ വരുന്നു, പാഷാണ ഷാജി വരുന്നു, വീണ നായർ വരുന്നു, ഞാൻ വരുന്നു. ഇല്ല, അത് അടുത്ത സീസണിലായിരുന്നു. അടുത്തല്ല, ഫസ്റ്റ് സീസൺ ആയിരുന്നു. അതെ. മഞ്ജു പത്രോസ് വരുന്നു, ഞാൻ വരുന്നത് എന്ത് കോമഡി ഷോയോ ഇവിടെ. പക്ഷെ അവിടെ എപ്പോഴും നന്നാവില്ല. അത് കുശുമ്പും എപ്പോഴും ഉണ്ടാവും. അവിടെ ജലസ് ഉണ്ടാവും. പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള പല ആളുകൾ വരണം, പല തരത്തിലുള്ള ആൾക്കാർ വന്ന് ഒരു ബിഗ് ബോസ് ആയിരിക്കണം. അപ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ അതിന് ആർട്ടിസ്റ്റ് വേണമെങ്കിൽ ഒരാളെ രണ്ടുപേരെ ഇടാം, കുഴപ്പമില്ല. പക്ഷെ പല മേഖലകളാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ എപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് ആൾക്കാർ കണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റുകളായിരിക്കുമല്ലോ. നമുക്കിങ്ങനെ എല്ലാ ആഴ്ചയിലും ലാലേട്ടൻ വന്ന് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും സംസാരിക്കണല്ലോ എന്നുള്ളൊരു തോന്നല. ലാലേട്ടൻ അത് നന്നായി ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത്തവണ ലാലേട്ടനാണെന്ന് തോന്നുന്നു ഷോ കൊണ്ടുപോകുന്നത്. സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലേ, ലാലേട്ടൻ തന്നെയാണ്. വേറെ എല്ലാവരെക്കാളും ലാലേട്ടൻ ഒരാള് കാരണം മാത്രമാണ് അത് കാണുന്നത്. വീക്കെൻഡ്സിലാണ് കൂടുതൽ ആളുകൾ. പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാളില്ലെങ്കിൽ പിന്നെ ആ ഷോ കാണില്ലാരും.